നമസ്കാരം. ഇറാനിലുള്ളവർ മുഴുവൻ ചത്തുതൊലയണമെന്നാണ് ഒരു വിഭാഗം ആഗ്രഹിക്കുന്നത്. എന്തിന്റെ പേരിലാണ് അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ 40 വർഷങ്ങളായി ഉപരോധത്തിലാണ് മറ്റ് രാജ്യങ്ങൾ, അമേരിക്കയുടെയും സഖ്യരാഷ്ട്രങ്ങളുടെയൊക്കെ ഉപരോധത്തിലാണ്. ഇറാനുമായിട്ട് യാതൊരു ഇടപാടുമില്ല, യാതൊരു വ്യാപാരമില്ല, അത് ഒരു ഇടപാടുമില്ല. ഉപരോധം എന്ന് പറഞ്ഞാൽ അമേരിക്കന്റെ ഉപരോധം നമുക്കറിയാലോ, കണ്ണം പൂട്ടിയുള്ള ഉപരോധമാണ്. ഇന്ത്യയും അമേരിക്കയുമായി നല്ല ബന്ധം ഉണ്ടായിരുന്ന സമയത്താണ് ഇപ്പോൾ താരിഫ് വർധനയിട്ട് ഇന്ത്യയെ പൂട്ടാൻ നോക്കിയത്. അവർക്ക് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ടും ഫ്രണ്ടും ഒക്കെ കണക്കാ. ഏതായാലും 40 വർഷമായി അമേരിക്കയുടെ നേതൃത്വത്തിൽ ഉപരോധം നേരിടുന്ന ഒരു രാജ്യമാണ് ഇറാൻ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 40 വർഷങ്ങളായി ഇറാൻ തങ്ങളെ ഉപരോധിക്കുന്നു എന്ന കാരണം പറഞ്ഞ് അയൽ രാജ്യങ്ങളെയോ മറ്റാരെയും ആക്രമിച്ച ചരിത്രമൊന്നുമില്ല. അവരുടെ പാടേ വിധിയെ അവരുടെ കാര്യങ്ങൾ നോക്കി അവർ പോകുന്നു. അവരുടെ രാജ്യത്ത് ആരെങ്കിലും അതിക്രമിച്ച് കയറി കഴിഞ്ഞാൽ അവരെ നശിപ്പിക്കാൻ, കാരണം മറ്റു രാജ്യങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല, അമേരിക്കയെ വിശ്വസിക്കാൻ പറ്റില്ല. അമേരിക്ക ഈ രീതിയിൽ ഉപരോധം നടത്തിക്കൊണ്ടിരുന്നു. സ്വാഭാവികമായിട്ടും ഈ അമേരിക്ക നാളെ ഇറാനെ അടിക്കില്ല എന്ന് വല്ല ഉറപ്പുണ്ടോ? ഒരു ഉറപ്പുമില്ല. ഇറാഖിനെ സപ്പോർട്ട് ചെയ്ത അമേരിക്ക അവസാനം ഇറാഖിനെ തന്നെ തകർക്കുന്നത് കണ്ടുകൊണ്ട് നിന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അറിയാലോ. അപ്പൊ ആ കാണുന്ന ഇറാന് ബുദ്ധി കുറച്ചുള്ളത് കൊണ്ട് നാളെ ഇസ്രായേലും അമേരിക്കയും കൂടി തങ്ങളെ അടിക്കാൻ വരുമെന്ന് അറിയാത്തൊന്നുമല്ലല്ലോ. അതുകൊണ്ട് അവർ ആയുധം ഉണ്ടാക്കി കൂട്ടി. എത്രത്തോളം ഉണ്ടാക്കാൻ പറ്റും അത്രത്തോളം ഉണ്ടാക്കി കൂട്ടി. ഇവിടെ പ്രതിരോധ സംവിധാനങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വരുന്നതനുസരിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കാനുള്ള സാധനം കണ്ടമാനം ഉണ്ടാക്കി കൂട്ടിയിട്ടുണ്ടാവും. അതാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ വിധത്തിലാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ അതേ പറയുന്ന വളഞ്ഞു പൊളഞ്ഞൊക്കെ പോകുന്ന, ഡാൻസ് ചെയ്തുകൊണ്ട് പോകുന്ന മിസൈലൊക്കെ ഉണ്ടത്രേ. അതായത് ഇസ്രായേലിന്റെ അയൺ ഡോമുകൾക്ക് അറിയാൻ കഴിയില്ല ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് പറയാൻ ഒക്കില്ല. നാടോടി നൃത്തമോ മോഹിനിയാട്ടമോ കുച്ചിപ്പിടിയൊക്കെ കളിച്ചുകൊണ്ട് പോകുന്ന മിസൈലുകളെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതാണ് ഇപ്പോഴും പോകുന്നതെന്നാണ് പറയുന്നത്. അതും ക്ലസ്റ്റർ ബോംബുകളും വഹിച്ചുകൊണ്ട് പോകുന്ന മിസൈലുകൾ. ചുരുക്കം പറഞ്ഞാൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും എല്ലാം പൊളിഞ്ഞു. പ്രത്യേകിച്ച് അമേരിക്കയുടെ പൊളിഞ്ഞു. അമേരിക്ക പൊളിഞ്ഞു എന്നുള്ളതിന്റെ തെളിവാണ് ഹോർമുസ് കടലിടുക്ക് ഒന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടി മറ്റ് രാജ്യങ്ങളുടെ സഹായം തേടിയത്. ഏത് മറ്റ് രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളുടെ സഹായം തേടിയത്. എന്നാൽ അപകടം ഈ മറ്റു രാജ്യങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കി. മറ്റു ലോകരാജ്യങ്ങളിൽ അമേരിക്കയുടെ സഖ്യകക്ഷികളാകാൻ സാധ്യതയുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ രാജ്യങ്ങളോടൊക്കെ പറഞ്ഞു ഞങ്ങളെ സഹായിക്കണം. ഹോർമുസ് കടലിടുക്കിലൂടെ നമ്മളെ കപ്പലുകളൊന്നും പോകാൻ സമ്മതിക്കുന്നില്ല. നമ്മുടെ സഖ്യരാഷ്ട്രങ്ങളും അതുപോലെ അവരുടെ സഹായിക്കുന്ന മറ്റു രാജ്യങ്ങളും ഒക്കെ ഇപ്പൊ സംഗതി കൊടുക്കലാണ്. എണ്ണയില്ല, പാചകവാതകമില്ല, ഞങ്ങളെ ഒന്ന് സഹായിക്കണമെന്ന്. സത്യത്തിൽ അമേരിക്ക ഒരു വലിയൊരു കുറുക്കൻ ബുദ്ധിയാണ് കാണിച്ചത്. ഇസ്രായേലും അമേരിക്കയും കൂടിയാണ് ഈ യുദ്ധം തുടങ്ങി വെക്കുന്നത്. ഇപ്പോ അവരുടെ കയ്യിൽ നിന്ന് പോയി. ബാക്കിയുള്ളവരുടെ സഹായത്തോടു കൂടി അമേരിക്കയ്ക്ക് യുദ്ധം ജയിക്കണം, അല്ലെങ്കിൽ ഇറാനെ പൂട്ടണം. അങ്ങനെ പൂട്ടിയ ശേഷം ആ ക്രെഡിറ്റ് എല്ലാം അമേരിക്ക ഏറ്റെടുക്കണം. അത് മാത്രമല്ല, ഇപ്പോ ഇസ്രായേൽ അനുഭവിക്കുന്നത് പോലെ അമേരിക്ക എവിടാണ്? അമേരിക്ക വേറെ എവിടെയോ കിടക്കാണ്. അടി കിട്ടുന്നത് മുഴുവൻ ഗൾഫ് രാജ്യങ്ങളിലെ മറ്റ് രാജ്യങ്ങൾ, ഇറാനോട് അടുത്ത് നിൽക്കുന്ന അമേരിക്കയുടെ സൈനിക താവളങ്ങൾ പേറുന്ന രാജ്യങ്ങളെയാണ് ഇറാൻ അടിച്ചുകൊടുക്കുന്നത്. പിന്നെ ഇസ്രായേലിനെ. അതായത് അമേരിക്ക ഇടപെടുന്നു, അമേരിക്കയിലേക്ക് USA ഒരൊറ്റ എണ്ണം ചെല്ലുന്നില്ല. അവിടെ യാതൊരു പ്രശ്നമില്ല. ആകെയുള്ളത് എണ്ണേന്റെ വില കൂടുതലോ സാധനങ്ങളുടെ വില കൂടുതലോ ഒക്കെ ഉള്ളൂ. അതൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ശരിയായിക്കോളും. അതിനുള്ള മേക്കപ്പ് ചെയ്യാനുള്ള കഴിവും പണവും ഒക്കെ അവർക്കുണ്ട്. പക്ഷെ ഇസ്രായേൽ തകർന്ന് തരിപ്പണാകല്ലേ. ഈ ക്ലസ്റ്റർ ബോംബുകളും അതും ഇതെല്ലാം വീണ് ആകെ താറുമാറാകാണ്. ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് ഏകദേശം ഉറപ്പിക്കുന്ന വാർത്തകൾ. ഇപ്പൊ വരുന്ന വീഡിയോകളൊക്കെ വീഡിയോകളാണ്. ഇപ്പൊ ഇന്ന് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോകളിൽ വേറെ പല വീഡിയോകളായിട്ട് പലരും പറയുന്നുണ്ട്. അതായത് ബെഞ്ചമിൻ നെതന്യാഹു കാപ്പി പിടിച്ചുകൊണ്ടിരിക്കുന്നത് അതേ സ്ഥലത്ത് മറ്റു പലരും കാപ്പി പിടിച്ചുകൊണ്ടിരിക്കുന്ന, മറ്റു രാഷ്ട്രത്തലവന്മാർ കാപ്പി പിടിക്കുന്ന വീഡിയോ ആക്കി അത് കൺവേർട്ട് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ AI കാലത്ത് ഇങ്ങനൊന്നും പറഞ്ഞ് കണ്ണിൽ പൊടിയിടാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഏതായാലും ഇസ്രായേൽ തീർന്നു. ഇസ്രായേലിന്റെ ജനത അറിയാം, നേരത്തെ മുസ്ലിങ്ങളെയും അല്ലെങ്കിൽ ജൂതന്മാരല്ലാത്തവരെയും ഒക്കെ തെറി വിളിച്ചുകൊണ്ടിരുന്ന ഇസ്രായേലിലെ പല മഹിളാരത്നങ്ങളും മറ്റുള്ളവരുമെല്ലാം കരഞ്ഞ് നിലവിളിച്ച് നെഞ്ചത്താർത്ത് അടിച്ച് കരയുന്ന വീഡിയോസൊക്കെ ഇപ്പൊ പുറത്തു വന്നു തുടങ്ങി. അവരുടെ ലൈവുകളൊക്കെ പുറത്തു വന്ന് തുടങ്ങി. അതായത് അത്രത്തോളം ഭീകരമായ അന്തരീക്ഷമാണ് ഇസ്രായേൽ എന്നാണ് ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. ഏതായാലും ഇവിടെ തകരുന്നത് ആരാ? ഇസ്രായേലാണ്. അതുപോലെ ആ സ്ഥാനത്തേക്ക് മറ്റ് രാജ്യങ്ങളെ കൂടി ഇപ്പോൾ അമേരിക്ക ആവശ്യപ്പെടുന്ന അനുസരിച്ചിട്ട് ഇറാനെ മേലെ കുതിര കയറാൻ വേണ്ടി ഹോർമുസ് കടലിടുക്കിന്റെ പേരിലായാലും മറ്റെന്തിന്റെ പേരിലായാലും മറ്റ് രാജ്യങ്ങൾ കൂടി വന്നാൽ ഇറാൻ പിന്നെ അവരുടെ മേലും കൂടെ തിരിയും. ചുരുക്കം പറഞ്ഞാൽ ഇതൊരു വലിയ യുദ്ധമായി മാറും, ലോകയുദ്ധമായി മാറും. ദീർഘകാലം യുദ്ധം ചെയ്ത് പരിചയമുള്ള
ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല. പിന്നെ മറ്റ് GCC രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ പിടിച്ചു നിർത്താൻ, അവരുടെ സാമ്പത്തിക സ്ഥിതിയെ തകർക്കാൻ വേണ്ടി ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു മിസൈലോ അല്ലെങ്കിൽ ഒരു ഡ്രോണോ മതി. ഓരോ ദിവസവും ഓരോ മിസൈലും ഓരോ ഡ്രോണും അവരുടെ അന്തരീക്ഷത്തിലേക്ക് തൊടുത്തു വിട്ടുകൊണ്ടിരുന്നാൽ തന്നെ അവരുടെ വ്യോമ പാതകളൊക്കെ നിശ്ചലമാകും, വ്യോമ ഗതാഗതമൊക്കെ താറുമാറാകും. കാരണം എപ്പോഴാണ് ഏതിലെയാണ് വരുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ. ആ ഒരു അവസ്ഥ, അതായത് ഇറാൻ ഇങ്ങനെ തന്നെ നിന്നാൽ മതി, വലിയ അക്രമവും പരാക്രമവും നടത്തേണ്ട, ഇങ്ങനെ നിന്നാൽ മതി. ആകെ പിന്നെ അവർക്ക് പേടിക്കേണ്ട ഒരു കാര്യം ഇസ്രായേലിൽ നിന്നും അമേരിക്ക ചേർന്ന് തൊടുത്തുവിടുന്ന മിസൈലുകളും ബോംബുകളുമാണ്. അത് ടെഹ്റാനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇറാന്റെ ഭൂപ്രകൃതി അനുസരിച്ച് ടെഹ്റാനിലെല്ലാം കൂടെ കൂട്ടിവെച്ചേക്കുന്നു എന്നുള്ള അവരുടെ ചിന്ത തെറ്റാണെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മിസൈൽ പെരുമഴ നടന്നുകൊണ്ടിരിക്കുന്നത്. ടെഹ്റാൻ തകർക്കുക എന്നത് അമേരിക്ക ലക്ഷ്യം വെക്കുന്നത് രാജ്യ തലസ്ഥാനം തകർക്കുക, അല്ലെങ്കിൽ അതുവരെ ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ടുള്ള അവരുടെ പുരോഗതി മുഴുവൻ നശിപ്പിക്കുക, സാമ്പത്തികമായി അവരെ അവതാളത്തിൽ എത്തിക്കുക എന്നതാണ് ഉദ്ദേശം. പക്ഷെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പ്രശ്നമല്ല. തങ്ങളെ ആക്രമിക്കുന്ന ആര് തന്നെ ആയാലും തങ്ങളുടെ അവസാന ശ്വാസം പോകുന്നത് വരെ തങ്ങളെ ആക്രമിക്കും. അതാണ് അമേരിക്കയോട് അന്ന് പറഞ്ഞ ഇറാന്റെ അത് ഒന്നും കൂടി ബലവത്തായി ഇപ്പൊ നിലനിൽക്കുന്നത്. നിങ്ങൾ യുദ്ധം തുടങ്ങിക്കോ, ഞങ്ങൾക്ക് പ്രയാസമൊന്നുമില്ല, പക്ഷെ നിങ്ങൾ തുടങ്ങിയാൽ യുദ്ധം എപ്പോഴാണ് നിർത്തേണ്ടത്, എങ്ങനെയാണ് നിർത്തേണ്ടത് എന്ന് ഞങ്ങളാണ് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ പാലിച്ചുകൊണ്ടാണ് ഇറാൻ മുന്നോട്ട് പോണത്. അതായത് 10-40 വർഷം ഇറാനെ ഉപരോധിച്ചു, ഇറാനെ ഒറ്റപ്പെടുത്തി, ഇറാനെ തകർക്കാൻ വേണ്ടി അവർ ശ്രമം നടത്തി. അത് നടന്നില്ല. അത് നടക്കാതെ വന്നപ്പോൾ എന്നാൽ പിന്നെ സൈനികമായി നേരിട്ടുകൊണ്ട് രാജ്യത്തെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചു. അതിന്റെ തിക്തഫലമാണ് അമേരിക്ക ഇപ്പൊ ഏറ്റുവാങ്ങുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി. അമേരിക്ക തിരിച്ചു പോകുമ്പോൾ ഇപ്പൊ ഇസ്രായേലിന്റെ മണ്ടയിൽ മാത്രമാണ് ഇത് ഈ ഭാരം ഏറ്റുവെക്കേണ്ടത്. അത് മറ്റ് രാജ്യങ്ങളുടെ മുകളിലൂടെ കയറ്റിവെക്കാന്നുള്ള കുരുട്ടുബുദ്ധിയാണ് അവരിടപെടാതെ പൊളിച്ചു കളഞ്ഞത്. അതായത് മറ്റുള്ളവർക്ക് വിശ്വാസമില്ല, അമേരിക്കയെ ഒരു കാരണവശാലും വിശ്വാസമില്ല. അമേരിക്കയുടെ ഓരോ പ്രവൃത്തിയും ഓരോ വാക്കും തങ്ങളെ കൂടെ കുഴിയിൽ ചാടിക്കുമെന്ന് ആ രാജ്യങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ വാക്ക് കേട്ടുകൊണ്ട് ഇറാനെ തല്ലാൻ അല്ലെങ്കിൽ ഇറാനെ ഒറ്റപ്പെടുത്താൻ ഹോർമുസ് കടലിടുക്കിലേക്കൊന്നും അവർ എത്തി നോക്കാതിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ അമേരിക്ക വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ. ഇത് വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് എവിടെയൊക്കെ വെച്ച പോലെയായി ഇപ്പൊ കാര്യങ്ങൾ. ഏതായാലും അടി വാങ്ങാൻ ഇസ്രായേൽ അവിടെ കിടക്കുന്നത് കൊണ്ട് തൽക്കാലം അമേരിക്കയ്ക്ക് ആശ്വസിക്കാം. Different angles. Don't forget to subscribe and support this channel.